ഊട്ടിയിൽ എങ്ങനെ ഉണ്ടായിരുന്നു തണുപ്പൊക്കെ? തണുപ്പല്ല, നല്ല ചൂടാ. ഓ, അവന്റെ ഒരു തണുപ്പ് അന്വേഷണം. ഊട്ടി വരെ ഓടിക്കാൻ മടിയായിട്ടല്ലടാ നീ ലീവ് എടുത്തത്. അമ്മച്ചേ, ഊട്ടി പോണവരെ എനിക്ക് അറിയേയില്ല. ഞാൻ എന്റെ കുഞ്ഞമ്മാവന്റെ ചാത്തമായതുകൊണ്ട് ബലിയിടാൻ പോയതാ. ഓ, ദൂരെ എവിടെയെങ്കിലും പോകുന്ന നേരത്തെ എപ്പോഴും ഉണ്ട് അവന്റെ ഒരു ബലി അടിയന്തരം. നീ ആ പെട്ടിയൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ട് വണ്ടി കഴുകിയിട്. ആ, ബലിയിട്ടത് പിടിച്ചില്ല. എവിടെ ചിഞ്ചുമോളും? അവരെ കൊണ്ടുവന്നില്ല. കൊണ്ടുവന്നില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ സ്റ്റഡി ടൂർ? അതൊക്കെ അടിപൊളിയായിരുന്നു. എന്നാലും കഷ്ടമുണ്ട് കേട്ടോ ചുറ്റപ്പ. കുട്ടികളെ കാണാൻ ഞാൻ കൊതിച്ചിരിക്കായിരുന്നു. മക്കളെ കൂടെ കൊണ്ടുവരായിരുന്നില്ലേ? അവർക്ക് എക്സാം എടുത്തിരിക്കാമേ. ഈ സമയത്ത് അവരെ എങ്ങോട്ടും വിടില്ല. ആ പ്രിൻസിപ്പൾ ആണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ്. ബോർഡിംഗ് സ്കൂളിലൊന്നും കുഞ്ഞുങ്ങളെ ചേർക്കണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. അത് ഇത്രയും ദൂരെ അച്ഛനമ്മമാരുള്ള സ്നേഹമെല്ലാം നഷ്ടപ്പെട്ടു പോകും. അതെ, കടയിലെ ലാഭത്തിന്റെ നഷ്ടത്തിന്റെ കണക്ക് മാത്രം നോക്കിയാ മതി. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ, ഞാനിന്ന് കടയിലേക്കില്ല. നീ ചേട്ടനോട് പറഞ്ഞേക്ക്. ഹേമേച്ചി, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഓ ശരി. വാസുവേട്ടനെ വലിയായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഓ, സുധചിറ്റപ്പനല്ലേ പറഞ്ഞത് ഊട്ടിന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാണെന്ന്? ഏയ്, കാണാൻ പോയെന്നല്ലേ ഞാൻ പറഞ്ഞത്. നീ ഒന്ന് അടങ്ങ്. എന്തായാലും വിളിച്ചോണ്ട് വരാൻ ഒന്നും കൂടെ പോവേണ്ടി വരും. അതെന്താ? വീട്ടിലൊരു വിശേഷം നടക്കാൻ പോവല്ലേ? എന്ത് വിശേഷം? അതൊക്കെ ഉണ്ട്, നീ വാ. എന്ത് വിശേഷം പറ മുത്തശ്ശി. അതൊക്കെ നിന്റെ ഡാഡി വിശദമായി പറഞ്ഞു തരും. ആ പ്രകാശന സംഘം വന്നിട്ടുണ്ട് വലിയ മുതലാളിയെ കാണാൻ. സംഘമോ? ആ, യുവജന കലാസമിതിയുടെ വാർഷികമല്ലേ വരുന്നത്. ഓഹോ, കൈനീട്ട പിരിവിന് ഇറങ്ങിയതായിരിക്കും. ആ. ഞാൻ കൊടുക്കാം കൈനീട്ടം. ആ, ഹലോ. തരികിട സംഘങ്ങൾ മുഴുവനുണ്ടല്ലോ. വന്നാ ഞാൻ ഒറ്റയ്ക്ക് വരാനായിരുന്നത്. പാച്ചു എന്താ ഇലക്ഷന് നിൽക്കാൻ പോവാണോ? അങ്ങനെ ചോദിച്ചേ? അല്ല, നെയ്റോസ്റ്റ് പോലെ തേച്ചു മിനിക്കിയ വെള്ള ഷർട്ടും മുണ്ടും ഒക്കെ കണ്ടതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അത് ഞങ്ങളുടെ ഈ യുവജന കലാസമിതി സാമൂഹിക പ്രതിബദ്ധതയുള്ള യുവജന സംഘടനയാണല്ലോ. അതിന്റെ പ്രതീകമായിട്ടാണ് ഈ തുവള്ള വസ്ത്രം. പിന്നെ പിരിവിനും കൂടി വേണ്ടിട്ട് ഇറങ്ങിയതാ. ഓഹോ, രസീത് ബുക്ക് നോട്ടീസ് ഒക്കെ ഞാൻ ഡാഡിയുടെ കൈ കൊണ്ട് കൊടുക്കാം. അല്ല, അതൊക്കെ അടുപ്പിക്കാനുള്ള കൈനീട്ട് എല്ലാ വർഷവും മഹാദേവൻ മുതലാളിയാണ് തരുന്നത്. അതെന്താ മഹാദേവൻ മുതലാളിയുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണോന്ന് ഇത്ര വലിയ വാശി? വാശിയല്ല, രാശിയാ. മുതലാളിയുടെ കയ്യിൽ നിന്ന് കൈനീട്ടം കിട്ടിക്കഴിഞ്ഞാല് പിന്നെ ചെല്ലുന്നോടത്ത് ആരും ഇല്ലാന്ന് പറയില്ല. യമണ്ടം പിരിവ് കിട്ടും. ആ, യമണ്ടം പിരിവ് കിട്ടാൻ യമണ്ടനോട് തന്നെ കൈനീട്ടം വാങ്ങിക്കൂടെ? അതിന് അവന്റെ അച്ഛൻ വീട്ടിലില്ലല്ലോ. അവിടെ ചെന്ന കൈനീട്ടം കിട്ടുന്നത് കാശായിരിക്കില്ല അല്ലേ? നിനക്കിട്ട് തരടാ. എന്റെ പറച്ചിന് കടവും മുത്തപ്പ. എന്താ കുറൂരമ്മ തള്ളച്ചി. എന്താ സരസപ്പ നീ നിന്ന് പരുങ്ങുന്നത്? പരുങ്ങിയതല്ല അമ്മച്ചി, ബഹുമാനം കൊണ്ട് വണങ്ങിയതാ. കക്കൂസ് ക്ലീൻ ചെയ്യാൻ ആളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് നീ കൊണ്ടുവന്നില്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പിരിവിന് ഞാൻ ഇങ്ങോട്ടില്ലെന്ന്. എപ്പ പറഞ്ഞു? അതെ, പഴയ പോലെ പാണ്ടികളെ കിട്ടണില്ല അമ്മച്ചി. അതല്ലേ നിന്നോട് വരാൻ പറഞ്ഞത്. അതിന് ഇവർക്ക് എവിടെ നേരം? ഇങ്ങനെ നടക്കണല്ലോ. അതെ, ഓരോ തരികിടിയും പറഞ്ഞ് നടന്നിങ്ങനെ പിരിച്ച് പുട്ടടിച്ചാ പോരെ? അതിനൊരു ക്ലബും ക്ലബിന് പറ്റിയൊരു സെക്രട്ടറി. എല്ലാരും ഉണ്ടല്ലോ. എന്താ പ്രകാശനുമായിട്ടൊരു ഉടക്ക്? എങ്ങനെ ഉടക്കാതിരിക്കും ഡാഡി? എവിടെ ചെന്നാലും എന്നെ കിണറ്റിന്ന് രക്ഷിച്ചു എന്നും പറഞ്ഞ് വലിയ ഹീറോ കളിയാ. അവൻ പറയണത് സത്യല്ലേ? അതിനി പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ പറഞ്ഞോടാ. ഡാഡി, അവള് വലിയ കുട്ടിയായില്ലേടാ. ഇനി അതൊക്കെ പറഞ്ഞോണ്ടിരുന്ന നാണക്കേടല്ലേ? അത് ശരിയാ. ഈ കാര്യം നീ ആരോടെങ്കിലും പറഞ്ഞാ ചുട്ടി അടിയാൻ വെച്ചിരും. മോളകത്തേക്ക് പൊക്കോ. ഇതൊക്കെ വാസുവായിട്ടേറ്റു. മോള് ചെല്ലേ. അല്ല, എല്ലാരും കൂടി എന്നെ കൊല്ലാൻ വന്നാണോ? അയ്യോ, ഞങ്ങളിങ്ങനെ പിരിവിന്റെ പരിപാടിയായിട്ട്. അത് തന്നെയാ ഞാൻ ചോദിച്ചത്. ആട്ടെ, എന്താ ഇത്തവണത്തെ വാർഷികത്തിന്റെ പരിപാടികൾ? പതിവ് കലാപരിപാടികൾക്ക് പുറമെ പുതിയൊരു സ്പെഷ്യൽ ഐറ്റം കൂടിയുണ്ട്. അതെന്താ പുതിയൊരു പരിപാടി? ഒരു ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചാലോ എന്ന് ആലോചിക്കാം. ഓ, നേത്ര ചികിത്സാ ക്യാമ്പായിരിക്കും. അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാ. എല്ലാരും നടത്തുന്നതല്ലേ. ഇത് ഇന്ന് വരെ ആരും നടത്താത്തൊരു ഐറ്റമാ. മൂലക്കുരു ചികിത്സാ ക്യാമ്പ്. മൂലക്കുരു? ഓഹോ, പൈൽസ്. അത് കൊള്ളാം. നിങ്ങൾക്ക് പറ്റിയ പണിയാ. ആദിവാസി വൈദ്യര് ഒറ്റമൂലിയാ. ആദിവാസിയോ? ആ, ഷാജിയുടെ ബന്ധുവാ. ബന്ധുവൊന്നുമല്ല, കസിനാ. എന്റെ ബന്ധു കസിനൊന്നും അല്ല, എന്റെ കുഞ്ഞമ്മയുടെ മോനാ. പേര് വാവു. അട്ടപ്പാടി അഴകേശം വൈദ്യരെന്ന് വിളിക്കും. മുതലാളിയുടെ കൈനീട്ടം കിട്ടിയിട്ട് വേണം ഒക്കെ ഒന്ന് അടിപൊളിയാക്കാൻ. വാസുവേട്ടന്റെ കയ്യില് ഒറ്റ രൂപയുടെ കോയിനുണ്ടോ? ഈശ്വര, 1 രൂപയാണ് തരാൻ പോണത്. ഏയ്, മിണ്ടാതിരി. ദാ 1001 രൂപയുണ്ട്. എല്ലാം മംഗളമായിട്ട് നടക്കട്ടെ. ചെല്ലപ്പാ, വണ്ടി എടുക്ക. ഞാൻ വെച്ചോളാം. എന്തോ ഈ വൈദ്യര് ഒറിജിനൽ ആദിവാസി തന്നെയാണോ? പിന്നെ ഒറിജിനൽ 916. എന്നാ എനിക്കൊന്ന് കാണണം, പക്ഷെ ആരും അറിയരുത്.
ഒരുപാട് പരീക്ഷിച്ച് നോക്കിയതാ ഞാൻ. അങ്ങനെ ഒരു രോഗിയെ കൂടി കൈനീട്ടം കിട്ടി. പാച്ചു ആ ദാ ഇത് കയ്യിൽ വെച്ചോ. അവളുടെ വക സംഭാവന ഇരിക്കും. അതാ നിന്റെ കയ്യിൽ തന്നെ കൊണ്ടു തന്നത്. എന്ത് തന്നെയായാലും നിന്നോട് അവൾക്ക് സ്നേഹമുണ്ട്. എന്താണെന്ന് തുറന്നു നോക്ക്. ഇത് നിന്റെ പേഴ്സിലുണ്ടായിരുന്ന പടമല്ലേ? നീ ചെറുപ്പത്തിൽ ഇവളെ എവിടുന്ന് രക്ഷപ്പെടുത്തി പറഞ്ഞത്? കിണറ്റീന്ന്. അത് വേണ്ടായിരുന്നു. നാണമില്ലല്ലോടാ വർഷങ്ങളായിട്ട് ഒൻവേ പ്രേമമായിട്ട് നടക്കാൻ. പാവം. ഇതിന് പകരമായിട്ട് ഇവൾക്ക് നമുക്കൊരു ഒറ്റമൂലി കഷായം കൊടുത്തേ പറ്റൂ. പ്രിയപ്പെട്ട കണ്ണാടി ഗ്രാമനിവാസികളെ, ആരോടും പറയാനാവാതെ ഉള്ളിലൊതുക്കിക്കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ വേദന തിരിച്ചറിഞ്ഞ് കണ്ണാടി യുവജന കലാവേദി ഏർപ്പെടുത്തിയിട്ടുള്ള വൻപിച്ച മൂലക്കുരു ചികിത്സാ ക്യാമ്പിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കണ്ണാടി ഗ്രാമപഞ്ചായത്തിലെ യുവജന കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ക്യാമ്പിലേക്ക് എല്ലാവരെയും ഹാർദവമായി ക്ഷണിച്ചുകൊള്ളുന്നു. ഒറ്റമൂലി പ്രയോഗത്താൽ അനേകം ആളുകളുടെ അസുഖം മാറ്റിയ സാക്ഷാൽ അട്ടപ്പാടി അഴകേശൻ വൈദ്യർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഈ സുവർണ അവസരം പാഴാക്കാതിരിക്കൂ. കടന്നു വരൂ. എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. കഴിഞ്ഞ വർഷം ക്ലബ്ബ് നാടകവും ഗാനമേളയും നടത്തിയിട്ട് ഇതിന്റെ പകുതി ആൾക്കാരുണ്ടായിരുന്നില്ല. ഇപ്പൊ മൂലക്കുരു ചികിത്സാ ക്യാമ്പ് എന്ന് പറഞ്ഞപ്പോ പഞ്ചായത്ത് ഒന്നടങ്കം ഇരച്ചു വന്നിരിക്കല്ലേ. എനിക്കൊരു സംശയമുണ്ട്. ഈ മൂലക്കുരു വല്ല എണ്ണക്കുരുവായിട്ട് എങ്ങാനും പ്രഖ്യാപിച്ചാലോ? കഷ്ടോടാതെ ഇത്രയും കസേരയും വാടകയ്ക്ക് എടുത്തിട്ട് ഒരാൾ പോലും ഇരിക്കുന്നുമില്ല. കാശും പോയി. മുഖക്കുരു ചികിത്സിക്കാനല്ലല്ലോ അവര് വന്നത്, മൂലക്കുരു ചികിത്സിക്കാനല്ലേ. പിന്നെങ്ങനെ അവര് ഇരിക്കും? എടാ ഈ വൈദ്യുതി കൃത്യസമയത്തിന് എത്തുമല്ലോ. വൈദ്യരിങ് എത്താറായി. എന്റെ ബന്ധുവല്ലേ, പറഞ്ഞതാ. പക്ഷെ നീ പോയാ പ്രസിഡന്റ് ഒന്നിങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ഞാൻ ഓട്ടോ ഒന്ന് എടുക്കണേ. ഇത്തിരി പെട്രോൾ അടിച്ചോ. പോണേക്ക് അനൗൺസ് ചെയ്തോ. പെട്രോൾ അടിക്കാനുള്ള കാശൊന്നുമില്ല ചേട്ടാ. പഞ്ചായത്ത് പ്രസിഡന്റ് മൈക്ക് കേൾക്കുന്നു. ബാനർ റെഡിയല്ലേ? എപ്പോഴേ റെഡി. എന്നാൽ ഇനി സമയം കളയണ്ട. നാട്ടുകാരുടെ മുമ്പ് പൊന്നുമോളൊന്ന് ഷൈൻ ചെയ്യട്ട്. കേറ്റി കെട്ടട ബാനർ കട്ടബൊമ്മ. അതെ, കഴിഞ്ഞ കൊല്ലത്തെ പോലെ അല്ലാട്ടാ. ഇവർക്കൊക്കെ കാശ് കൊടുക്കണം, ഞാൻ മാത്രം ഫ്രീ ഉള്ളൂ. ഇക്കൊല്ലം പറ്റിക്കില്ല. ബാഗ് കുത്തിയില്ലേ? എവിടെ കുത്താൻ? അത് ശരിയാ. കിട്ടിയതാരാട്ടാ? അതെ, എനിക്ക് നിൽക്കാൻ വയ്യ. ഒരു പൈന്റ് വാങ്ങിച്ചു. ഓടാ തട്ടി. ഇത് ദീപരേലിന്റെ ക്യൂ അല്ല, മൂലക്കുരുവിന്റെ ക്യൂവാ. മൂടിപ്പൊളിച്ച് നിന്നാ ഞാൻ അറിയില്ല എന്ന് കരുതിയല്ലേ? അപ്പൊ ആശാനം ഉണ്ടല്ലോ ഇതിന്റെ അസുഖം. വെറുതെ എല്ലാം കടയിൽ വെച്ച് എന്നോട് ചൂടാവണത്. നാണം കെടുത്തല്ലേ നായിന്റെ മോനെ. ഷേവ് ചെയ്തിട്ട് വന്നൂടായിരുന്നോ? ഇതിന് ഷേവ് ചെയ്യണം. അയ്യേ, ഞാൻ മുഖം ഷേവ് ചെയ്യണ കാര്യമാണ് പറഞ്ഞത്. എന്താടി സ്കൂളിന്റെ മുൻപിൽ ഒരു ആൾക്കൂട്ടം? ഇന്നലെ യുവജന ക്ലബിന്റെ മെഡിക്കൽ ക്യാമ്പ്. എടി ഇത് നിന്റെ ഫോട്ടോ ഇല്ലേ? മൂലക്കുരുവിന്റെ സ്പോൺസർ വന്നിട്ടില്ല. ഏതായാലും നല്ല ഫോട്ടോ. അയ്യോ, എന്നോട് ഇത്ര ബഹുമാനം കാണിക്കണ്ട. ഞാൻ ചിലപ്പോ വഷളായി പോവും. ഇരുന്നോളൂ. അത് നിന്നോടുള്ള ബഹുമാനം കൊണ്ടല്ല, അവർക്ക് അസുഖമുള്ളത് കൊണ്ടാ. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിന്നോളൂ. ഗ്ലാമറിനൊന്നും ഒരു കുറവുമില്ല. എന്നാലും എല്ലാത്തിന്റെ ബാക്ക് പഞ്ചറാണല്ലേ. അത് ശരി. അപ്പൊ നിങ്ങൾക്കുണ്ടല്ലേ ഈ അസുഖം? ചുമ്മാതല്ല ബുള്ളറ്റ് എടുത്ത് ഉരുട്ടിക്കൊണ്ട് പോകുന്നത്. ഓടിച്ചോണ്ട് പോവാൻ വയ്യല്ലേ? കള്ള നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇടേ വൈദ്യരെത്തി. കട്ടബൊമ്മ സരസഭ പെട്ടെന്ന് ആ മാല എടുത്തോടാ. അയ്യോ, മാല ഞാൻ ആദ്യം ഇടും. എനിക്കതാ ഇഷ്ടം. അയ്യോ,
നിന്റെയൊക്കെ ഒരു മെഡിക്കൽ ക്യാമ്പ്